ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു മുട്ട ഗ്രേവിയുടെ റെസിപ്പിയാണ്. ഒരുപാട് രുചികളിൽ മുട്ടക്കറി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രുചിയിലാണ് കേട്ടോ നമ്മുടെ ഈ എഗ് മസാല കറി നമുക്ക് കിട്ടുന്നത്. ചപ്പാത്തി, ദോശ, ഇടിയപ്പം, നാൻ, ചോറ്, അങ്ങനെ എന്തിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു എഗ് മസാല കറി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ എഗ് ഗ്രേവി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ്. മീഡിയം സൈസ് സവാളയിൽ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ 1.5 സവാള മതിയാവും. സവാള ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. വളരെ കുറച്ച് സവാള മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഇനി ഇതൊന്ന് വഴണ്ടി കിട്ടും കേട്ടോ. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ സവാളയുടെ കളറൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മീഡിയം സൈസ് തക്കാളിയിൽ 2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ചേർക്കാം. കൂടെ 1 ടീസ്പൂൺ അളവിൽ കശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണ്. അത്യാവശ്യം നല്ല എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ്. നമ്മളിതിലേക്ക് പച്ചമുളക് വേറെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് ഈ ഒരളവിൽ മുളക് പൊടി ചേർക്കുന്നത്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിച്ചതാണ്. 1 ടീസ്പൂൺ അളവിൽ ചേർക്കാം. അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് കുരുമുളക് ചേർക്കാവുന്നതാണ്. കാരണം കുരുമുളകിൽ നല്ല എരിവുള്ളതാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാല പൊടിച്ചതും കൂടി. ഇതിനോടൊപ്പം തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആ മസാലയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുപോലെ തന്നെ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ടി കിട്ടണം. അതുവരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഫ്ലെയിം എല്ലാ സമയത്തും നമുക്ക് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. ഏകദേശം ഒരു 1-2 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും കേട്ടോ. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ ഇത് ചെറിയ രീതിക്ക് ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ ഈ ഒരു സമയം കൊണ്ട് പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്, ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരല്പം മല്ലിയില ചേർക്കാം. ഇതിലേക്ക് നമുക്ക് പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ചെറിയ പീസ് അളവിൽ ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയിൽ 3 എണ്ണമാണ്. കൂടെ വേണ്ടത് 2 പച്ചമുളക്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പാണ്. 7 മുതൽ ഒരു 10 അണ്ടിപ്പരിപ്പ് വരെ നമുക്കിതിലേക്ക് എടുക്കാം. ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരിഞ്ഞ് കിട്ടാനും ആവശ്യമായിട്ട് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ചേർക്കാവുന്നതാണ്. വെള്ളം ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്ത ഈ ഒരു പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി ഇനി നല്ല രീതിക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ മസാലക്കൂട്ടെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് തുടങ്ങണം. നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള ആ ഒരു എണ്ണയെല്ലാം നല്ല രീതിക്ക് ഒന്ന് തെളിഞ്ഞ് വരണം കേട്ടോ. അതുവരെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. കൈയെടുക്കാതെ ഒന്ന് വഴറ്റി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ആ മസാലയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ നല്ല രീതിക്ക് ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ആ എണ്ണയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ചുറ്റിലും. അപ്പോൾ ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാവുന്നതാണ്. ഏകദേശം 1 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പും ചേർത്ത് എല്ലാം കൂടി നല്ല രീതിക്ക് വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മുടെ ഈ ഗ്രേവി എല്ലാം ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങണം. അതുപോലെ തന്നെ ആ എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു തുടങ്ങണം. അതുവരെ നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരല്പസമയമായിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടകൾ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 5 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 5 മുട്ടയും പകുതിയായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളവർക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പിൽ കട്ട് ചെയ്യണം എന്നുള്ളവർക്ക് കട്ട് ചെയ്തിടാവുന്നതാണ്. ഈ ഒരു രീതി കട്ട് ചെയ്തിടുമ്പോൾ നന്നായിട്ട് തന്നെ മസാലയൊക്കെ ഇതിൽ പിടിച്ച് കിട്ടും കേട്ടോ.
ഇനി ഇതിന് പുറത്തായിട്ട് ഒരല്പം മല്ലിയിലയും കൂടി ചേർക്കാം. മല്ലിയിലയും ചേർത്തിട്ട് ലൈറ്റായിട്ട് മാത്രം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുട്ടയുടെ മഞ്ഞയൊക്കെ പുറത്തേക്ക് വരും. അതിൻ്റെ പേര് ലൈറ്റായിട്ട് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. വീണ്ടും ഒരു 2 മിനിറ്റ് ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരല്പസമയം കൂടി ആയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ രുചികരമായിട്ടാണ് നമ്മുടെ ഈ മുട്ട മസാല ഗ്രേവി നമുക്ക് കിട്ടുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ചപ്പാത്തി, ചോറ്, ഇടിയപ്പം അങ്ങനെ എന്തിൻ്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷനാണ്. വളരെ രുചികരമായിട്ട് വളരെ ക്രീമി ആയിട്ടുള്ള ഒരു മുട്ട മസാല ഗ്രേവിയാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലൊരു മുട്ട ഗ്രേവി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.